നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ 3 മാസങ്ങൾ 2026-ൽ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം 12 വർഷത്തിന് ശേഷം വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ സമയത്താണ്. ഈ 3 മാസങ്ങളിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ മേടം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും നിങ്ങൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും എവിടെയാണ് നിൽക്കുന്നതെന്നും അവയുടെ മാറ്റങ്ങൾ എപ്പോഴൊക്കെയാണെന്നും വിശദമായി നോക്കാം. നിങ്ങളുടെ വ്യക്തിത്വത്തെയും ശരീരത്തെയും സൂചിപ്പിക്കുന്ന 1-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണീയതയും സന്തോഷവും നൽകുന്ന സമയമാണ്. നിങ്ങളുടെ ധൈര്യത്തെയും സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്ന 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ബുദ്ധിയെയും വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്ന 5-ാം ഭാവത്തിലാണ് കേതുവിന്റെ സ്ഥാനം. ലാഭത്തെയും നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന 11-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് സാമ്പത്തികമായി ഗുണം ചെയ്യും. സൂര്യൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ ചെലവുകളെയും വിദേശയാത്രകളെയും സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഗ്രഹങ്ങളുടെ വരാനിരിക്കുന്ന പ്രധാന രാശിമാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ മാസങ്ങളിൽ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഏപ്രിൽ 11-ന് ബുധൻ മീനം രാശിയിലേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ ചിന്തകളിലും ആശയവിനിമയത്തിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഏപ്രിൽ 14-ന് സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അവസ്ഥയിലായിരിക്കും. ഇത് നിങ്ങൾക്ക് ജോലിയിൽ അംഗീകാരവും വലിയ ആത്മവിശ്വാസവും നൽകും. ഏപ്രിൽ 19-ന് സുഖസൗകര്യങ്ങളുടെ ഗ്രഹമായ ശുക്രൻ നിങ്ങളുടെ 2-ാം ഭാവമായ ഇടവൻ രാശിയിലേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മെയ് 11-ന് നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ മേടം രാശിയിലേക്ക് വരുന്നു. ഇതോടെ നിങ്ങളുടെ തളർച്ച മാറി കൂടുതൽ ഊർജ്ജസ്വലത ലഭിക്കും. ജൂൺ 2-ന് ഈ വർഷത്തെ ഏറ്റവും വലിയ രാശിമാറ്റം വരുന്നു. 12 വർഷത്തിന് ശേഷം വ്യാഴം അതിന്റെ ഏറ്റവും മികച്ച സ്ഥാനമായ, അതായത് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണമാകും. മേടം രാശിക്കാരുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ 3 മാസങ്ങളിൽ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ പ്രധാനമായും 2 ഘട്ടങ്ങളാണുള്ളത്. ജ്യോതിഷത്തിൽ 1-ാം ഭാവം എന്നത് നമ്മുടെ ശരീരത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ആത്മവിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭാവം ശക്തമായാൽ നമുക്ക് ആരോഗ്യവും ഉന്മേഷവും ലഭിക്കും. നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ ഏപ്രിൽ മാസത്തിൽ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവം എന്നത് സാധാരണയായി തളർച്ചയെയും ആശുപത്രി ചെലവുകളെയും ഊർജക്കുറവിനെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അതിനാൽ മെയ് 11 വരെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധ നൽകണം. ചെറിയ രീതിയിലുള്ള തളർച്ചയോ അസ്വസ്ഥതകളോ ഈ സമയത്ത് അനുഭവപ്പെടാം. മെയ് 11-ന് ചൊവ്വ 12-ാം ഭാവത്തിൽ നിന്ന് മാറി നിങ്ങളുടെ ജന്മരാശിയിലേക്ക്, അഥവാ 1-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശക്തിയും സന്തോഷവും പോലെ ചൊവ്വ നിങ്ങളുടെ രാശിയെ കൂടുതൽ കരുത്തുള്ളതാക്കും. ഈ സമയം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ശരീരത്തിന് അസുഖങ്ങളെ ചെറുക്കാനുള്ള കരുത്ത് ലഭിക്കും. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളിൽ നിന്ന് വേഗത്തിൽ ആശ്വാസം ലഭിക്കും. അനാവശ്യമായ മാനസിക സമ്മർദ്ദവും പേടിയും മാറി മനസ്സിന് നല്ല ധൈര്യം ലഭിക്കും. വിട്ടുമാറാത്ത തലവേദന, ഇടയ്ക്കിടെയുണ്ടാകുന്ന ജലദോഷം, ശരീരവേദന എന്നിവയിൽ നിന്ന് ഈ സമയത്ത് വലിയ ആശ്വാസം ലഭിക്കും. ചുരുക്കത്തിൽ മെയ് 11-ന് ശേഷം നിങ്ങൾക്ക് പഴയതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സമയമായിരിക്കും. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ, ജൂൺ മാസങ്ങൾ കരിയറിലും പഠനത്തിലും വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന സമയമാണ്. ഏപ്രിൽ 14-ഓടെ സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ, അതായത് ഏറ്റവും ശക്തിയുള്ള അവസ്ഥയിലെത്തുന്ന സമയമാണിത്. അതിനാൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും PSC പോലുള്ള
മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലം ഉറപ്പാക്കാം. ഏപ്രിൽ 15 ശേഷം നിങ്ങളുടെ ആശയവിനിമയ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു സദസ്സിന് മുന്നിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിലോ കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ ഗുണം ചെയ്യും. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായവർക്ക് തങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും ബഹുമതികളും ലഭിക്കാൻ ഈ സമയം കാരണമാകും. സൂര്യന്റെ ഊർജം കൂടുന്നത് കൊണ്ട് ഈ കാലയളവിൽ നിങ്ങൾക്ക് അല്പം ദേഷ്യം കൂടാനോ അല്ലെങ്കിൽ ഞാനാണ് വലിയവനെന്ന അഹങ്കാരം വരാനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ വളർച്ചയെ ബാധിക്കാതെ നോക്കണം. എല്ലാവരോടും വിനയത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. ജൂൺ 2 ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇത് വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് സമ്പാദിക്കാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ അധ്യാപകരിൽ നിന്നോ നിങ്ങളെക്കാൾ മുതിർന്നവരിൽ നിന്നോ ശരിയായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിക്കും. നിങ്ങളൊരു അധ്യാപകനോ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു ടീം ലീഡറോ ആണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാവുകയും മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യും. ജൂൺ മാസം നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദീർഘകാലമായി കാത്തിരുന്ന പ്രമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ നല്ലൊരു ജോലിയിലേക്ക് മാറാനോ ഈ സമയം വളരെ അനുയോജ്യമാണ്. മേടം രാശിക്കാരുടെ വ്യക്തിബന്ധങ്ങളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന 3 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രണയത്തിന്റെ കാര്യത്തിൽ ഈ കാലയളവിനെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുള്ള സമയം നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളിലൊന്നായിരിക്കും. ശുക്രന്റെ അനുകൂല മാറ്റം കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ആകർഷണീയത അനുഭവപ്പെടും. പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ അനുയോജ്യമാണ്. മറ്റുള്ളവർ നിങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും. മെയ് 14 മുതൽ ജൂൺ 8 വരെയുള്ള കാലയളവിൽ ബന്ധങ്ങളിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വഴക്കുകൾ ഉണ്ടാകും. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും. ജൂൺ 8 കഴിയുന്നതോടെ പഴയ പ്രശ്നങ്ങളെല്ലാം മാറി ബന്ധങ്ങൾ വീണ്ടും പഴയതുപോലെ മനോഹരമാകും. പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കുന്ന സമയമാണിത്. വിവാഹിതരായവർ ഈ സമയത്ത് ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂര്യനും ചൊവ്വയും നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും തന്റെ വാശി നടപ്പിലാക്കണമെന്ന തോന്നലോ ഉണ്ടായേക്കാം. പങ്കാളിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദേഷ്യം ഒരു വശത്തുണ്ടെങ്കിലും പങ്കാളിയെ സഹായിക്കാനും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാനും നിങ്ങൾക്ക് മനസ്സുണ്ടാകും. ഈ കരുതൽ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. പങ്കാളിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏപ്രിൽ 19 മുതൽ മെയ് 20 വരെയുള്ള സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വളരെ നല്ലതാണ്. ദീർഘകാലമായി പ്ലാൻ ചെയ്യുന്ന യാത്രകൾ പോകാനും കുടുംബാംഗങ്ങൾക്കിടയിലെ സന്തോഷം വർദ്ധിപ്പിക്കാനും ഈ സമയം ഉപയോഗിക്കാം. ഈ കാലയളവിൽ പണം ലഭിക്കാനും സാമ്പത്തികമായി ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് അടിത്തറയിടാൻ ഈ സമയം അനുകൂലമാണ്. ചുരുക്കത്തിൽ ദേഷ്യം കുറച്ച് പങ്കാളിയുടെ അഭിപ്രായങ്ങളെ കൂടി മാനിച്ചാൽ ഈ 3 മാസങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും. ഈ കാലയളവിൽ മേടം രാശിക്കാർക്ക് വലിയ ഭാഗ്യത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും ആവശ്യമാണ്. നിങ്ങളുടെ രാശിയുടെ ഭാഗ്യാധിപനായ വ്യാഴം ജൂൺ 2 നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ കേന്ദ്രസ്ഥാനമായ 4ാം ഭാവത്തിലേക്ക് ഉച്ചബലത്തോടുകൂടി മാറുന്നു. ജ്യോതിഷത്തിൽ കേന്ദ്രസ്ഥാനത്തേക്ക് ഭാഗ്യാധിപൻ ബലവാനായി വരുന്നത് വലിയ ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മാറ്റം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നൽകും. മുമ്പ് നിങ്ങളെ തേടി വരാതിരുന്ന പല അവസരങ്ങളും ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം നിങ്ങളുടെ വശത്തുള്ളതിനാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ജോലിക്കായി ശ്രമിക്കാനോ ഈ സമയം അനുയോജ്യമാണ്. ഭാഗ്യം ഒരു വശത്തുണ്ടെങ്കിലും ശനിയുടെ സ്ഥാനം ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നിലവിൽ ശനി നിങ്ങളുടെ ജാതകത്തിലെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ 7.5 ശനി എന്ന് വിളിക്കുന്നു.
ശനി 12-ൽ നിൽക്കുന്നത് ചില പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിൽ ശനിയുടെ സ്ഥാനം മോശമാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പണം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാത്ത രീതിയിൽ അനാവശ്യ ചെലവുകൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ആസൂത്രണം വേണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് അസ്വസ്ഥമാകാനും അനാവശ്യമായ പേടിയുണ്ടാകാനും സാധ്യതയുണ്ട്. വിശ്വസ്തരായ സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാനോ അവരിൽ നിന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം മാറ്റണം. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേയുള്ളൂ. ഏതൊരു കാര്യത്തിലും ധൃതി കാണിക്കാതെ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ വിജയം ലഭിക്കൂ. പ്രശ്നങ്ങളെ ശാന്തമായി നേരിടാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. ചുരുക്കത്തിൽ ജൂൺ മാസത്തോടെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുമെങ്കിലും 7.5 ശനിയുടെ സ്വാധീനമുള്ളതിനാൽ സംസാരത്തിലും പണമിടപാടുകളിലും നല്ല ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷത്തെ സംബന്ധിച്ച കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.